നോക്കൂ, ഈ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതക കേസിൽ ദുരൂഹതയുടെ പുതിയ നിഴലായി വരികയാണ് പനയമുട്ടത്തെ നൃത്താധ്യാപിക അഖിലയുടെ ആദ്യ ഭർത്താവിന്റെ കുടുംബമാണ് ഇവരുടെ പങ്കും അന്വേഷിക്കണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഖിലയുടെ കുടുംബ ബന്ധങ്ങളിലും പിന്നീട് അഷ്കറുമായുള്ള അടുപ്പത്തിലുമൊക്കെ ഇവർക്ക് ബന്ധമുണ്ടെന്ന ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. ഇതിനിടെ ചിറയൻകീഴ് യുവതിയുടെ ആത്മഹത്യ കേസിലും ഇവരുടെ പേര് സംശയ നിഴലിലുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് നെടുമങ്ങാട് പോലീസിന്റെ നീക്കം. അഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. അഷിൻ, അഴിക്കുന്തോറും കുരുക്കുമുറുകുകയാണെന്ന് പറയുന്നത് പോലെ ഇതിന്റെ കണ്ണികൾ അത് എവിടെയൊക്കെയാണ് എന്ന സംശയം ഈ ഘട്ടത്തിലുണ്ട്. ഈ നൃത്താധ്യാപികയുടെ റോൾ എന്താണ്? പ്രാഥമികമായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ് ആഷിൻ? വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം കുട്ടിയുടെ മരണം അത് രണ്ടാനച്ഛന്റെ മർദ്ദനം മൂലം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ അങ്ങനെ പറയുമ്പോഴും ഇതിൽ കൂടുതൽ ആളുകളുടെ പങ്ക് ആ ഒരു കാര്യത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഈ ഉയരുന്ന ഈ നൃത്താധ്യാപികയുടെ പങ്കാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കാരണം ഇവരെ എല്ലാം കണക്ട് ചെയ്യുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ഈ നൃത്താധ്യാപികയാണ്. അവരുടെ ഈ ഡാൻസിങ് അക്കാഡമിയാണ്. അത് കേന്ദ്രീകരിച്ച് അവിടെ വന്ന ആളുകളാണ് ഈ കേസിൽ മുഴുവൻ പ്രതികളായിട്ടുള്ളത്. മാത്രമല്ല ഈ ആദ്യം, അതായത് അഖിലയുടെ ആദ്യ ഭർത്താവ്, അഖിലിന്റെ കുടുംബം, അഖിലിന്റെ പിതാവ് ആരോപിക്കുന്നത് ഈ നൃത്താധ്യാപികയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ദുരൂഹമായ ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ആദ്യം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ ഈ അഖില മകനെ, അത് ഈ 1.5 വയസ്സുകാരനെ CWCക്ക് കൈമാറുന്ന കാര്യം അല്ലെങ്കിൽ അമ്മത്തൊട്ടിലേക്ക് കൈമാറുന്ന കാര്യം ഇവരോട്, ഈ അച്ഛനോട്, പിതാവിനോട് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഫോളോ അപ്പും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ സുനിൽകുമാർ, അതായത് അഖിലയുടെ ആദ്യ ഭർത്താവ്, അഖിലിന്റെ പിതാവ് സുനിൽകുമാർ പലതവണ ഈ സംഭവത്തിന് ശേഷം ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ അഖില കുഞ്ഞിനെ അമ്മത്തൊട്ടിലേക്ക് ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞവർ വിളിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ദുരൂഹത തുടരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിനുശേഷം ഇവർ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്നതും ഒരു വലിയ ദുരൂഹത തന്നെയാണ്. മാത്രമല്ല ഈ അഖിലിനെ പരിചയപ്പെടുത്തി നൽകിയതും ഈ ഒരു നൃത്താധ്യാപികയാണ്. നിലവിലിപ്പോൾ അഷ്കറിന് ഈ അഖിലെ പരിചയപ്പെടുത്തി നൽകിയതും ഈ ഒരു സ്ത്രീ തന്നെയാണ്. മാത്രമല്ല ചെറിയൻകീഴ് അവിടെ ജോലി ചെയ്തിരുന്ന ഈ യുവതി, അവരെയും കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ഈ കാരണങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് ഈ നൃത്താധ്യാപികയിലേക്കാണ്. അവർക്ക് ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതും കൊലപ്പെടുത്താൻ ഈ ശ്രമം നടത്തുന്നതുമെല്ലാം അറിയാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോലീസ് നീങ്ങുന്നത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ 2 ദിവസമായി ഇവരുടെ നൃത്ത അക്കാദമി തുറക്കുന്നില്ല എന്നുള്ളതാണ്. അവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇത്ര വലിയ ക്രൂരത കാണിക്കുന്നത് അവർക്ക് അറിയാമായിരുന്നു, കൊലപ്പെടുത്തും ആ കുഞ്ഞിനെ എന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അവരുടെ റോൾ എന്തായിരുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്.